ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 13 വരെ വാക്യങ്ങളാണ് അപ്പോസ്തലനായ വിശുദ്ധ ബർന്നബാസിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഇന്ന് നമുക്ക് ധ്യാന വിഷയമാകുന്നത്. അപ്പോസ്തലന്മാരെ അയച്ചുകൊണ്ട് യേശു അവരോട് ആദ്യം ആവശ്യപ്പെടുന്നത് പോകുന്നിടത്ത് സുവിശേഷം പ്രഘോഷിക്കാനാണ്. അവരത് അക്ഷരം പ്രതി അനുസരിക്കുന്നുമുണ്ട്. പോകുന്നിടത്തെല്ലാം സുവിശേഷം പ്രഘോഷിക്കാനുള്ള ചുമതല നമുക്കോരോരുത്തർക്കും യേശുനാഥൻ നൽകിയിട്ടുണ്ട്. ഇക്കാര്യം നമ്മുടെ കടമയാണെന്ന് തിരുസഭ അടിവരയിട്ട് പറയുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1270 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നു: മാമോദീസ സ്വീകരിച്ചവർ, ദൈവത്തിൻ്റെ മക്കളായി വീണ്ടും ജനിച്ചവർ, സഭയിലൂടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസം മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറയാനും ദൈവജനത്തിൻ്റെ അപ്പോസ്തോലികവും പ്രേഷിതപരവുമായ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാനും കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ പോകുന്നിടങ്ങളിലും എത്തിച്ചേരുന്ന ഇടങ്ങളിലും ഏക സത്യദൈവമായ യേശുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും ഏറ്റുപറയണം. രോഗികളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് അപ്പോസ്തലന്മാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. സൗഖ്യം ആവശ്യമുള്ള ഒട്ടനവധി മേഖലകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അവയ്ക്കെല്ലാം സൗഖ്യദായകനായ യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് സൗഖ്യം കണ്ടെത്താം. മുറിവേറ്റവരുടെയും വ്യാധികളാൽ വലയുന്നവരുടെയും ഇടയിലാണ് നാം ജീവിക്കുന്നതെന്നും മറന്നുപോകരുത്. ഓരോ വ്യക്തികളുടെയും വിവിധതരം മുറിവുകളിൽ ക്രിസ്തുവാകുന്ന സൗഖ്യത്തിൻ്റെ തൈലം ഒഴിക്കുന്ന ഉപകരണങ്ങളാക്കി നമ്മെ തന്നെ മാറ്റാനും നിരന്തരം ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കാനുള്ള അവിടുത്തെ കൽപ്പന ആദ്യം നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലാണ്. കുഷ്ഠരോഗം അശുദ്ധിയുടെ പര്യായമായാണ് യഹൂദ സംസ്കാരത്തിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുവിൻ എന്നുള്ളത് ഇന്ന് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു വിളിയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന വചനം നാം ഇന്നലെ ധ്യാനിച്ചത് ഇതിനോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും അശുദ്ധമാക്കുന്ന എല്ലാത്തരം തിന്മയുടെ കുഷ്ഠങ്ങളിൽ നിന്നും നമുക്ക് സൗഖ്യം നേടാം. അശുദ്ധിയുടെയും പാപത്തിൻ്റെയും തുരുത്തുകളിൽ അകപ്പെട്ട നമ്മുടെ ചുറ്റുമുള്ളവരെയും വിശുദ്ധിയുടെ പടവുകളിലേക്ക് കൈപിടിച്ച് കയറ്റാം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം എന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ആഹ്വാനം നമുക്ക് പ്രചോദനമാകട്ടെ. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത് എന്ന് നാഥൻ ശിഷ്യര് വിലക്കിയത് ദൈവാശ്രയ ബോധത്തിലും ദൈവ പരിപാലനയിലും പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴാണ് സുവിശേഷവേല ഫലദായകമാകുന്നത് എന്ന് അവരെ പഠിപ്പിക്കാനാണ്. മറ്റെന്തെങ്കിലും സങ്കേതങ്ങളിലോ സുരക്ഷിതത്വങ്ങളിലോ നമ്മൾ അഭയം കണ്ടെത്തുന്നത് ദൈവപരിപാലനയിൽ ആശ്രയം തേടാതെ പോകുന്നതിന് കാരണമാകും എന്നതിനാൽ ഏറ്റവും ആദ്യം ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ നാം പരിശീലിക്കണം. അവിടുന്ന് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്നുള്ള പ്രത്യാശ നമ്മെ വഴി നടത്തട്ടെ. അവസാനമായി അവിടുന്ന് കൽപ്പിക്കുന്നു: നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. സമാധാനം മനുഷ്യജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതിന് ആദ്യം നാം മറ്റുള്ളവർ സമാധാനത്തിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കണമെന്ന് ആശിക്കണം. ഇത്തരത്തിൽ ആഗ്രഹിച്ചാൽ മാത്രമേ അവരന് സമാധാനം ആശംസിക്കാൻ നമുക്ക് സാധിക്കൂ. നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ നമ്മിൽ നിന്ന് പ്രവഹിക്കുന്ന ദൈവികമായ സമാധാനത്തിൻ്റെ കുളിരിൽ ആശ്വസിക്കട്ടെ. നമ്മൾ ചെന്നെത്തുന്ന ഇടങ്ങളിൽ സമാധാനത്തിൻ്റെ വിത്ത് പാകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മളെത്തുന്ന ഇടങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായി തീരട്ടെ.
ഈശോയുടെ തിരുഹൃദയം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.